പഴുതാരയുടെ കടിയേൽക്കുക എന്നത് താരതമ്യേന അപൂർവമായൊരു സംഭവമാണ്. സാധാരണയായി ഇത് അത്രയും ദോഷം വരുത്താറുമില്ല. ഇനി പഴുതാരയുടെ കടിയേറ്റാൽ ചെയ്യേണ്ടത് എന്താണെന്ന് ഒന്ന് നോക്കാം. ചില ഒറ്റമൂലികളും ഒന്ന് പരിചയപ്പെടാം. പഴുതാര കടിച്ചാൽ സാധാരണയായി ചെറിയതോ അല്ലെങ്കിൽ കൂടിയതോ ആയ വേദന അനുഭവപ്പെടാം. കടിച്ച ഭാഗത്ത് ചുവന്നു വരികയും വീക്കവും അനുഭവപ്പെടാം. ചിലർക്ക് കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിലോ കത്തുന്നത് പോലെയോ അനുഭവപ്പെടാം. ചില സന്ദർഭങ്ങളിൽ പഴുതാര കടിച്ചാൽ കുമിളകളോ മുറിവുകളോ കാണപ്പെടാം. അണുബാധ തടയാനായി കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ഐസ് പാഡ് വയ്ക്കുന്നത് വീക്കവും വേദനയും കുറയ്ക്കും. ബേക്കിംഗ് സോഡ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി കടിയേറ്റ ഭാഗത്ത് തേക്കുന്നത് വിഷം നിർവീര്യമാക്കാൻ സഹായിക്കും. കറ്റാർവാഴയുടെ ജെൽ തേക്കുന്നതും വീക്കം കുറയാനും വേദന ശമിക്കാനും നല്ലതാണ്. കടിയേറ്റ ഭാഗം കഠിനമായ വേദനയോ വീക്കമോ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. ഇനി പഴുതാര കടിച്ചാലുള്ള ഒരു ഒറ്റമൂലി പരിചയപ്പെടാം. നെന്മേലി വാകയിലയുടെ നീരിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി എന്നിവ അരച്ച് കടിയേറ്റ ഭാഗത്ത് പുരട്ടുക. വളരെ ലളിതമായ ഒറ്റമൂലിയാണ്. ചെയ്തു നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ. വീഡിയോ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.